നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യക്കടത്ത് നടത്തി, മതപരിവർത്തനം നടത്തി എന്നീ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഛത്തീസ്ഗഡ് ഭരിക്കുന്ന BJP സർക്കാർ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചിരിക്കുന്നു. മുസ്ലിങ്ങൾ മാത്രമാണ് സംഘപരിവാറിന്റെ ശത്രുക്കൾ എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരെല്ലാം തിരുത്തുക. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ ഇവരെല്ലാം സംഘപരിവാറിന്റെ ശത്രുക്കളാണ്. സംഘപരിവാറിന്റെ ഭീവത്സമായ വർഗീയ രാഷ്ട്രീയത്തിന്റെ അവസാനത്തെ ഇരകളാണ് ഈ 2 കന്യാസ്ത്രീകൾ, വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും. ഈ കന്യാസ്ത്രീകൾ ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. ജൂലൈ 27-ന് ഇരുവരെയും ഛത്തീസ്ഗഡിലെ ദുർഗിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കൊപ്പം 2 പെൺകുട്ടികളുമുണ്ടായിരുന്നു. ഇവരെ സംഘപരിവാർ സംഘടനയായ ബജ്രംഗ് ദളിന്റെ ഗുണ്ടാസംഘം വളഞ്ഞു. കന്യാസ്ത്രീകൾ മതപരിവർത്തനത്തിനായി മനുഷ്യക്കടത്ത് നടത്തുകയാണ് എന്നതായിരുന്നു ആരോപണം. ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇതെല്ലാം വളരെ ആസൂത്രിതമാണോ നമുക്കറിയത്തില്ല. ഒരു ഇടുങ്ങിയ ഹാളിൽ 10-20 പേരെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കുട്ടികളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഓൾറെഡി അവിടെ നിന്ന് തന്നെ ഒരാളെ കൊണ്ട് മൊഴി മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം വീണ്ടും മറ്റുള്ള കുട്ടികളെ കൊണ്ടുകൂടെ എന്താണ്ടൊക്കെ അവർ ഫ്രെയിം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് വക്കീൽ കാര്യമായിട്ട് കാര്യങ്ങളെ പഠിച്ച് ജാമ്യാപേക്ഷ അടുത്ത ദിവസത്തേക്ക് വെക്കാമെന്ന് തീരുമാനിച്ചത്. RSSന് നിരവധി അനുബന്ധ സംഘടനകളുണ്ട്. BJP രാഷ്ട്രീയ സംഘടന, VHP തീവ്ര ഹിന്ദുത്വ സംഘടന, ബജ്രംഗ് ദൾ തീവ്ര ഹിന്ദുത്വ വർഗീയ സംഘടന. സംഘപരിവാർ നേതൃത്വം ഛത്തീസ്ഗഡിലും ഒറീസയിലും ജാർഖണ്ഡിലുമെല്ലാം ക്രിസ്ത്യൻ വേട്ട എന്ന ദൗത്യം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ബജ്രംഗ് ദളിനെയാണ്. നേരത്തെ കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോഴും കാര്യങ്ങൾ സമാനമായിരുന്നു. ഹിന്ദു ഭൂരിപക്ഷം എതിരാകുമോ എന്ന കാരണത്താൽ ഭൂപേഷ് ബാഗേൽ സർക്കാർ അന്ന് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള അക്രമങ്ങൾക്ക് നേരെ കണ്ണടച്ചു. മണിപ്പൂരിൽ കലാപസമയത്ത് നിരവധി പള്ളികൾ തകർത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മെയ്തി വിഭാഗത്തോടൊപ്പം ചേർന്നു. ക്രിസ്ത്യൻ വേട്ടയ്ക്ക് ഇപ്പോഴും ശമനമായിട്ടില്ല. മുസ്ലിംകളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും സംഘപരിവാറിന്റെ ആഭ്യന്തര ശത്രുക്കളാണ്. ബാബറി മസ്ജിദ് തകർത്തത് മുതൽ പൗരത്വ നിയമം, വഖഫ് നിയമം എന്നു തുടങ്ങി ബംഗ്ലാദേശ് പൗരന്മാർ എന്ന് മുദ്രകുത്തി മുസ്ലിങ്ങളെ നാട് കടത്തുന്നതുൾപ്പെടെയുള്ള നടപടികൾ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഇതിന്റെ തുടർച്ചയാണ് ഛത്തീസ്ഗഡിൽ ഇപ്പോൾ കാണുന്നത്. We are shocked, we are angered, and we are deeply disturbed about what we heard today from the nuns and from the young Adivasi men who have been arrested. The nuns are those who have served the people, the poor, in this entire region for years. And today they are in a position where they are, I would say, this is the most tortured condition for them. They are not well. They are being made to sleep on the floor. Both of them have serious health problems which are being aggravated. And they are here on a manufactured charge. They are completely innocent. And not just innocent. They should be awarded by this country for the work that they are selfless work they are doing, instead of which they are in jail because of this wrong, toxic agenda of the BJP government here targeting Christians. സ്വന്തം ഇഷ്ടാനുസരണം മതം മാറാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. രാജ്യത്ത് ഏറ്റവും അധികം പേർ മതം മാറിയത് ദളിതർ, ആദിവാസികൾ, പിന്നാക്ക വിഭാഗക്കാർ എന്നിവരിൽ നിന്നുമാണ്.
ഉയർന്ന ജാതിക്കാരിൽ നിന്നും നേരിടേണ്ടി വരുന്ന വിവേചനങ്ങളും പീഡനങ്ങളും സഹിക്കാനാവാതെയാണ് ഈ വിഭാഗങ്ങൾ മതം മാറിയത്. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കർ ബുദ്ധമതം സ്വീകരിക്കാനുള്ള കാരണവും ഇതുതന്നെ. സംഘപരിവാർ ആകട്ടെ മനുസ്മൃതിയുടെ കാലഘട്ടത്തിലേക്ക് രാജ്യത്തെ മടക്കിക്കൊണ്ടുപോകാനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. ജലം ഉപയോഗിച്ച് കുട്ടികൾ ഗുരുവിന്റെ പാദം കഴുകുക, അതിനുശേഷം ചന്ദനവും സിന്ദൂരവും തൊടുക. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതൻ, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. രാജ്യത്ത് ചാതുർവർണ്ണ്യം നടപ്പിലാക്കുമ്പോൾ പ്രതിരോധം പാടില്ല. മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ ഈ ആഭ്യന്തര ശത്രുക്കളെ ഉന്മൂലനം ചെയ്യണം. ഇതിന്റെ ഭാഗമാണ് ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യൻ വേട്ട. ഈ 9 ദിവസക്കാലം ഈ കന്യാസ്ത്രീകളെ ജയിലിലിട്ടതിന് ഇവർ ഇന്ത്യയോട്, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ജനങ്ങളോട് മാപ്പ് പറയുകയാണ് ചെയ്യുന്നത്. അല്പ ഉളുപ്പുണ്ടെങ്കിൽ BJP നേതാക്കന്മാർ ഇന്ന് ജയിലിൽ വന്ന് അവരെ കാണില്ല. 2 കേന്ദ്രമന്ത്രിമാർ എന്തിനാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത്? എങ്ങനെയാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതല്ലേ? യഥാർത്ഥത്തില് ജോർജ് കുര്യനും സുരേഷ് ഗോപിയും അവർ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ പാടില്ല. നിരവധി ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഒടുവിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു. പക്ഷേ പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ട് തീരില്ല. സംഘപരിവാർ ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ഞങ്ങളുടെ ആജ്ഞയനുസരിച്ച് നിങ്ങൾ ജീവിക്കണം, ഇല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്ക് സംഭവിച്ചത് നാളെ എല്ലാവർക്കും സംഭവിക്കാം. ഈ വെല്ലുവിളിക്ക് പിറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടണം. ഈ പ്രതിഷേധം യഥാർത്ഥത്തിൽ മതനിരപേക്ഷതയ്ക്കു വേണ്ടിയും ഭരണഘടനാപരമായ ഇന്ത്യൻ ജനതയുടെ അവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള വളരെ ശ്രദ്ധേയമായ ഒരു ഇടപെടൽ കൂടിയാണ്. ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കന്യാസ്ത്രീകളെ തന്നെ ജയിലിലടക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം ഒറ്റപ്പെട്ട ഒന്നല്ല. ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗം കൂടിയാണ്. ഛത്തീസ്ഗഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് അവരുടെ ഭരണത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ബസ്കർ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന് നിലപാട് സ്വീകരിക്കാനാവാത്തത്.